ഇവിടെ സ്പീഡിൽ ഒരു ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്ര അത്യാവശ്യത്തിൽ പോകുന്നത് എന്ന് വെച്ചാൽ ആരോ ഒരാൾ മരിച്ചിട്ടുണ്ടാവും. അവൻ മരിച്ചാലും അവന്റെ ഓർഗൻസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ. സോ മരിച്ചുപോയ ആളെ കൊണ്ടുവരുന്നത് അവന്റെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാനാണ്. അവന്റെ കയ്യിൽ ഒരു വ്യത്യസ്തമായ ഒരു ടാറ്റു കാണിക്കുന്നുണ്ട്. ഇത് ഡോക്ടർ കണ്ടിട്ട് ഈ ടാറ്റു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതെ, ഞാനും എവിടെ കണ്ടിട്ടുണ്ട്. ഏതോ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കിൽ കണ്ട പോലെയുണ്ട്. അയ്യോ, ഓപ്പറേഷൻ ചെയ്യാൻ ലേറ്റായി. ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്യാം, ബാക്കി കാര്യം പിന്നെ എന്ന് പറഞ്ഞിട്ട് അവർ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നു. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് തീർത്തിട്ട് വെളിയിൽ വരുമ്പോൾ അവരുടെ കൈക്കും കാലിനുമൊക്കെ ഭയങ്കര വേദന. ഇവന്റെ കൈയും കാലും ഒക്കെ എന്താ ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത്, ഇത്ര സ്ട്രോങ്. അതേടാ, എനിക്കും കൂടെ ഏതോ ഒരു സൂപ്പർമാൻ ഓപ്പറേഷൻ ചെയ്ത പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നേഴ്സുമാരൊക്കെ അലറിക്കൊണ്ട് ഓടി വരുന്നു. എന്തെ പറ്റി ഇപ്പം ഇങ്ങനെ ഓടാൻ? എന്തേലും പാറ്റയെ പല്ലിയെ കണ്ട് പേടിച്ചോ എന്നവർ ഓർത്തുപോയി നോക്കുമ്പോൾ മരിച്ചുപോയ ആളുടെ ശരീരം ബട്ടർഫ്ലൈ പോലെ പറന്നു പോകുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്താൽ സിനിമയുടെ ഹീറോയിനെ കാണിക്കുന്നു. അവൾക്കിപ്പോൾ ഹൃദയം മാറ്റി വെച്ചിട്ടുണ്ടാവും. അവളുടെ റിപ്പോർട്ട് ഡോക്ടർ നോക്കിയിട്ട്, കുഞ്ഞു നീ ശരിക്കുമാണ് പറയുന്നത്? നിനക്ക് ഒരു വേദനയില്ലേ? ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഹൃദയത്തിൽ എന്തെങ്കിലും വേദന, ചെറിയ വേദന പോലും ഇല്ലേ? ഡോക്ടർ, ഞാൻ എത്ര വട്ടം പറയണം, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. അത് തന്നെ എനിക്കും അത്ഭുതം. വേറെ ഒരാളുടെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിവെച്ചാൽ അത് ക്യൂറാവാൻ കുറേ മാസമാകും. എന്നാൽ ഒരു വീക്ക് കൊണ്ട് എങ്ങനെ ഇത് സാധിക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ, ഡോക്ടർ, ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി. എന്നെ ഡിസ്ചാർജ് ചെയ്യുകയില്ലയോ? നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനെന്തിനാ നിന്നെ ഡിസ്ചാർജ് ചെയ്യേണ്ടിയിരിക്കുന്നേ? ഡിസ്ചാർജ് ആയിക്കോ എന്ന് പറയുന്നു. ഇപ്പോൾ ഇവളും ഇവളുടെ അച്ഛനും ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അച്ഛൻ മകളുടെ കയ്യിൽ ഒരു ടാറ്റു ശ്രദ്ധിക്കുന്നു. എന്താ മോളെ ഈ ടാറ്റു? ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കൂടി ടാറ്റു ഒക്കെ അടിച്ചോ? അച്ഛാ, അതൊന്നും അല്ല അച്ഛാ, ഇതേത് ഓപ്പറേഷന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഓക്കെ ആകും എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിന് റണ്ണിങ് റേസിന് ഓടാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. എന്നാൽ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. നിന്റെ ഓപ്പറേഷൻ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, സോ നീ പോവാൻ പാടില്ല എന്ന് അച്ഛൻ പറയുന്നു. ഫസ്റ്റ് സീനിൽ ഒരു മനുഷ്യന്റെ ഓർഗൻസ് എടുക്കില്ലേ, അതിന്റെ ഹൃദയം നമ്മുടെ ഹീറോയിനിലായിരിക്കും മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.